നമ്മുടെ കുട്ടീസിന്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു പാസ്ത റെസിപ്പി ആട്ടോ ഇന്നത്തേത്. റെസ്റ്റോറന്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവേ. ഇതുപോലെ ഒരു തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കും കുട്ടീസ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം ചൂടായിട്ട് വന്നപ്പോൾ ഉപ്പും ഓയിലും ചേർത്ത് നല്ലോണം തിളച്ച് വരുമ്പോൾ പാസ്തയും കൂടി ചേർത്ത് കൊടുക്കുക ട്ടോ. വെന്ത് വന്ന നമ്മുടെ പാസ്ത ദാ ഇതുപോലെ ഒന്നും കൂടെ അരിച്ച് മാറ്റി വെക്കാം ട്ടോ. ഇനിയിപ്പോൾ ബട്ടർ ഒന്ന് ചൂടാക്കി കുറച്ച് വെളുത്തുള്ളി ചേർത്ത് ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം അതേപോലെ തന്നെ സ്വീറ്റ് കോണും കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് പച്ചമുളക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാവേ. ഗ്യാസിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം ട്ടോ. 1/2 ലിറ്റർ പാല് ദാ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കട്ടകളൊക്കെ നല്ലോണം തന്നെ മാറ്റി ശരിക്കും ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഞാനിവിടെ അമുലിന്റെ ഫ്രഷ് ക്രീമും ദാ ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറിയും അതേപോലെ തന്നെ പാസ്തയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും മിക്സർ ഹെർബ്സും കൂടി ചേർത്ത് കൊടുക്കാം ട്ടോ. ഇനി ഇതാ ഇതിലേക്ക് അമുലിന്റെ ഒരു ചീസിന്റെ സ്ലൈസും കൂടി ചേർത്ത് കൊടുത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ദാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം ട്ടോ. കൂടെ തന്നെ കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണം.